ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യാൻ പോവാണ്. കാറ്ററാക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. കാറ്ററാക്റ്റിൻ്റെ ഭാഗത്ത് വരുന്നുള്ള കുറച്ച് MCQs. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരിക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു PDF കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ ടൈപ്പ് കാറ്ററാക്ട് ഇൻ അഡൾട്ട്സിൻ്റെ കേസിൽ മോസ്റ്റ് കോമൺ ടൈപ്പ് കാറ്ററാക്ട് ഏതാണ്? കോർട്ടിക്കലാണ്. ഇതിവിടെ അപ്രോക്സിമേറ്റ് റേഞ്ചാണ്. 70% കോർട്ടിക്കൽ വരുന്നുണ്ട്, 25% ന്യൂക്ലിയർ, 5% പോസ്റ്റീരിയർ അല്ലെങ്കിൽ സബ് ക്യാപ്സുലാർ. ഓക്കെ, അഡൾട്ട്സിൻ്റെ കേസിലാണ്. മോസ്റ്റ് കോമൺ കൺജനൈറ്റൽ ഓർ ഡെവലപ്മെൻറ്റൽ കാറ്ററാക്ട്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കൺജനൈറ്റൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കാറ്ററാക്ട് ഏതാണ്? ബ്ലൂ ഡോട്ടാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഓപ്ഷൻ എ ലാമെല്ലാർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിനെ നമ്മൾ എന്തുകൂടെ അറിയപ്പെടും? സോണുലാർ കാറ്ററാക്ട് എന്നുകൂടി അറിയപ്പെടാറുണ്ട്. അപ്പോൾ ലാമെല്ലാറിനെ നമ്മൾ എന്തുകൂടി അറിയപ്പെടും? സോണുലാർ കാറ്ററാക്ട് എന്നുകൂടി അറിയപ്പെടും. സോ ദ മോസ്റ്റ് കോമൺ ഈ സോണുലാറിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മോസ്റ്റ് കോമൺ കൺജനൈറ്റൽ ഓർ ഡെവലപ്മെൻറ്റ് കാറ്ററാക്ട് പ്രസൻറ്റിംഗ് വിത്ത് വിഷൻ എംപയർമെൻറ്റ്. എന്താണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കൺജനൈറ്റൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കാറ്ററാക്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂ ഡോട്ടാണ്. പ്രസൻറ്റിംഗ് വിത്ത് വിഷൻ ഇമ്പയർമെൻറ്റ് കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതായി മാറും? ലാമെല്ലാറായിട്ട് മാറും. ഈ ലാമെല്ലാറിൻ്റെ മറ്റൊരു പേരാണ് സോണുലാർ കാറ്ററാക്ട്. സോണുലാർ കാറ്ററാക്ട് ഗോട്ട് ദ നെയിം ബിക്കോസ്. എന്തുകൊണ്ടാണ് ഈ ലാമെല്ലാർ സോണുലാർ കാറ്ററാക്ട് എന്ന പേര് വന്നത്? ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ഡിഫറെൻറ്റ് സോൺസ് ഓഫ് ദ ലെൻസിൻ്റെ ഡിഫറെൻറ്റ് സോൺസ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സോണുലാർ എന്ന പേര് വരുന്നുള്ളത്. ഓക്കെ, ഡിഫറെൻറ്റ് സോൺസ് അതിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ് സോണുലാർ എന്ന പേര് വന്നത്. റിഫ്രാക്റ്റീവ് എറർ അസോസിയേറ്റഡ് വിത്ത് ന്യൂക്ലിയർ കാറ്ററാക്ട്. ഇതാണ് റിഫ്രാക്റ്റീവ് എറർ അസോസിയേറ്റഡ് വിത്ത് ന്യൂക്ലിയർ കാറ്ററാക്ട് ചോദിക്കുകയാണെങ്കിൽ മയോപ്പിയാണ്. പിഗ്മെൻറ്റ് അക്യുമുലേറ്റ് ഇൻ ന്യൂക്ലിയർ കാറ്ററാക്ട്. ന്യൂക്ലിയർ കാറ്ററാക്ടിൻ്റെ കേസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നുള്ള പിഗ്മെൻറ്റ് ഏതാണ്? യൂറോക്രോം ആണ്. മാറിപ്പോയത് യൂറോക്രോം ആണ്. ഇൻ ഓൾഡ് ഏജ് സെക്കൻഡ് സൈറ്റ് ഫിനോമിനൻ ഒക്കർ ഡ്യൂ ടു ന്യൂക്ലിയർ കാറ്ററാക്ട് ആണ്. സോ ഇൻ ഓൾഡ് ഏജിലാണെങ്കിൽ സെക്കൻഡ് സൈറ്റ് ഫിനോമിനൻ ആണ്. സെക്കൻഡ് സൈറ്റ് ഫിനോമിനൻ ഒക്കർ ഡ്യൂ ടു ന്യൂക്ലിയർ കാറ്ററാക്ട്. ഏർലി ന്യൂക്ലിയർ കാറ്ററാക്ട് എന്തിലേക്ക് ലീഡ് ചെയ്യും? മയോപ്പിയയിലേക്ക്, പിന്നെ പ്രസ്ബയോപ്പിയയിലേക്കും. ഏർലി ന്യൂക്ലിയർ കാറ്ററാക്ട് ലീഡ് ടു മയോപ്പിയയിലേക്കാണ് കേട്ടോ. പിന്നെ പ്രസ്ബയോപ്പിയ പേഷ്യൻസ് മേ സേ ദ നിയർ വിഷൻ ഈസ് ഇംപ്രൂവ്ഡ്. ദിസ് ഈസ് നോൺ ആസ് സെക്കൻഡ് സൈറ്റ്. ഓക്കെ, അതിനാണ് നമ്മൾ സെക്കൻഡ് സൈറ്റ് ഫിനോമിനൻ എന്ന് പറയുന്നത്. എന്താണ്? ഏർലി ന്യൂക്ലിയർ കാറ്ററാക്ട് ലീഡ് ടു മയോപ്പിയ ആൻഡ് പ്രസ്ബയോപ്പിയ പേഷ്യൻസ് may say the near vision is improved. This is known as second sight. ഈ ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന സെക്കൻഡ് സൈറ്റ് ഫിനോമിന എന്ത് കാരണമാണ്? ന്യൂക്ലിയർ കാറ്ററാക്ട്. അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഐറിസ് ഷാഡോ ഈസ് സീൻ ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് കോർട്ടിക്കൽ കാറ്ററാക്ട്. ഐറിസ് ഷാഡോ ഏത് സ്റ്റേജ് ഓഫ് കോർട്ടിക്കൽ കാറ്ററാക്റ്റിലാണ് കാണപ്പെടുന്നത്? ഇമ്മച്വർ സ്റ്റേജിലാണ്. നെക്സ്റ്റ്, സൺസെറ്റ് സിൻഡ്രം ഈസ് ഡ്യൂ ടു. സൺസെറ്റ് സിൻഡ്രം ഈസ് യൂസ് ടു ഏതാണ്? ഓപ്ഷൻ ഡി, സബ്ലക്സേറ്റഡ് IOL ആണ്. ഇനി ബൈപ്പോളാർ കാറ്ററാക്റ്റിൻ്റെ കേസാണ്. ബൈപ്പോളാർ കാറ്ററാക്റ്റിൻ്റെ കേസിൽ ശ്രദ്ധിച്ചോ, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പോളാർ ഇൻ സെയിം ഐ. എന്താണ്? ആൻറ്റീരിയർ അതുപോലെ തന്നെ പോസ്റ്റീരിയർ പോളാർ സെയിം ഐയിൽ വരുമ്പോഴാണ് എന്ത്? ബൈപ്പോളാർ കാറ്ററാക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. Next, in intracapsular cataract extraction, which a part of the capsule is left behind? In intracapsular cataract extraction, which part of the capsule is left behind? ഇവിടെ ഓപ്ഷൻ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ബോത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് എന്നുള്ളത് നണ്ണാണ് കേട്ടോ. ആൻറ്റീരിയർ പോസ്റ്റീരിയർ ബോത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് വരിക നണ്ണാണ്. നെക്സ്റ്റ്, ക്ലോർപ്രോമസൈൻ ഇൻഡ്യൂസ്ഡ് കാറ്ററാക്ട് ഈസ്. എന്താണ്? ക്ലോർപ്രോമസൈൻ ഇൻഡ്യൂസ്ഡ് കാറ്ററാക്ട് ഈസ് ഏതാണ്? ആൻറ്റീരിയർ സബ് ക്യാപ്സ്യുലാർ ആണ്. നെക്സ്റ്റ്, ദ കാറ്ററാക്ട് അസോസിയേറ്റഡ് വിത്ത് ലോങ് ടേം യൂസ് ഓഫ് മയോട്ടിക്സിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കാറ്ററാക്ട് ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞ ആൻറ്റീരിയർ സബ് ക്യാപ്സ്യുലാർ തന്നെയാണ് കേട്ടോ. ഇതിവിടെ നമുക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ആൻറ്റീരിയർ സബ് ക്യാപ്സുലാർ ഗ്രാനുലാർ ടൈപ്പ് ഓഫ് കാറ്ററാക്ട് മേ ബി അസോസിയേറ്റഡ് വിത്ത് ലോങ് ടേം യൂസ് ഓഫ് മയോട്ടിക്സ്. പർട്ടിക്കുലർലി എന്താണ്? ലോങ് ലാസ്റ്റിംഗ് കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് സച്ച് ആസ് ഏതാണ്? എക്കോതയോഫേറ്റ്, ഡിമെക്കാരിയം ബ്രോമൈഡ്, ഡൈസോപ്രൊപ്പൈൽ ഫ്ലൂറോഫോസ്ഫേറ്റ്.
അപ്പോൾ എന്താണ് ആൻറ്റീരിയർ സബ് ക്യാപ്സുലാർ ഗ്രാനുലർ ടൈപ്പ് ഓഫ് കാറ്ററാക്ട് എന്തിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്? ലോങ് ടേം യൂസ് ഓഫ് മയോട്ടിക്സ്. ഈ ലോങ് ടേം യൂസ് ഓഫ് മയോട്ടിക്സ് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർലി നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ലോങ് ആക്ടിങ് ആയിട്ടുള്ള കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സിന് എക്സാമ്പിളാണ് എക്കോതയോഫേറ്റും ഡെമിക്കാരിയം ബ്രോമൈഡും അതുപോലെ തന്നെ ഡൈസോപ്രൊപ്പൈൽ ഫ്ലൂറോഫോസ്ഫേറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ ഡ്രഗിനെ റിമൂവ് ചെയ്താൽ റിമൂവൽ ഓഫ് ദ ഡ്രഗ് മേ സ്റ്റോപ്പ് പ്രോഗ്രഷൻ ആൻഡ് ഒക്കേഷണലി മേ കോസ് റിവേഴ്സൽ ഓഫ് കാറ്ററാക്ട്. അപ്പോൾ നമ്മൾ ആ ഡ്രഗ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് കാറ്ററാക്റ്റിൽ നിന്ന് എന്താണ് തിരിച്ചു വരാൻ സാധിക്കും. റിവേഴ്സൽ ഓഫ് കാറ്ററാക്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മേ ആണ്, മേ സ്റ്റോപ്പ് പ്രോഗ്രഷൻ ആൻഡ് ഒക്കേഷണലി മേ കോസ് റിവേഴ്സൽ ഓഫ് കാറ്ററാക്ട്. ഓക്കെ, അപ്പോൾ മയോട്ടിക്സ് ഏതാണ്? മെയിനായിട്ട് മയോട്ടിക്സ് മെയിനായിട്ട് കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് വരുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എക്കോതയോഫേറ്റ്, ഡെമിക്കാരിയം ബ്രോമൈഡ്, ഡൈസോപ്രൊപ്പൈൽ ഫ്ലൂറോഫോസ്ഫേറ്റ്. ഓക്കെ, ഓൾ ആർ കോസസ് ഓഫ് പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ കാറ്ററാക്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ആൻറ്റീരിയർ സബ് ക്യാപ്സുലാർ ആണ്. ഇനി പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാറിൻ്റെ കോസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മുടെ ഇതൊഴിച്ച് ബാക്കിയൊക്കെ കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട്, സ്റ്റിറോയിഡ് ഇൻഡ്യൂസ്ഡ് കാറ്ററാക്ട്, അതുപോലെ തന്നെ ട്രോമാറ്റിക് കാറ്ററാക്ട്, ഇതൊക്കെ എന്തിനും കോസ് ആവുന്നുണ്ട്? ഒരു റീസൺ ആവുന്നുണ്ട്. പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ കാറ്ററാക്റ്റിന് ഒരു കോസായിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ്, ചോയ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫോർ അഫാക്റ്റിയ. ചോയ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫോർ അഫാക്റ്റിയ IOL ഇംപ്ലാന്റേഷൻ ആണ്. IOL ഇംപ്ലാന്റേഷൻ ആണ്. ഫാക്കോടോപ്പിക് ഗ്ലോക്കോമ ഒക്കർ ഡ്യൂ ടു എന്താണ്? ഫാക്കോടോപ്പിക് ഗ്ലോക്കോമ ഒക്കർ ഡ്യൂ ടു സബ്ലക്സേറ്റഡ് ഓർ നമുക്ക് എന്ത് പറയാം, ഡിസ്ലൊക്കേറ്റഡ് ഹൈപ്പർ മെച്യൂർ ലെൻസ്. അപ്പോൾ ഹൈപ്പർ മെച്യൂർ ലെൻസിൻ്റെ ഡിസ്ലൊക്കേഷൻ മൂലമാണ് ഫാക്കോടോപ്പിക് ഗ്ലോക്കോമ ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, ഇനി സ്വള്ളൻ ലെൻസിൻ്റെ കേസിലാണെങ്കിലോ ഏത് ടൈപ്പ് ഗ്ലോക്കോമയാണ്? ഫാക്കോമോർഫിക് ആണ്. ഓക്കെ, അതിൽ മോർഫോളജിയിലല്ല പ്രശ്നം വരുന്നില്ലേ. അപ്പോൾ സ്വള്ളൻ ലെൻസ് ആകുമ്പോൾ ഫാക്കോമോർഫിക് ഗ്ലോക്കോമയാണ്. ഇനി ലീക്കേജ് ഓഫ് ലെൻസ് പ്രോട്ടീൻ ആണെങ്കിലോ ലീക്കേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് ലീക്ക് ചെയ്യുക? ലൈസിസ് ഉണ്ടായിട്ടല്ലേ. അപ്പോൾ ഫാക്കോലൈറ്റിക് ഗ്ലോക്കോമയായിട്ട് വരും. അപ്പോൾ ഫാക്കോമോർഫിക്, ഫാക്കോലൈറ്റിക്, ഫാക്കോടോപ്പിക് പറഞ്ഞാൽ എന്താണ്? ഡിസ്ലൊക്കേഷനാണ് കേട്ടോ. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഈസ് മോർ കോമൺ ആഫ്റ്റർ ICCE. ഓക്കെ, റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ICCE. ഇനി ആഫ്റ്റർ കാറ്ററാക്ട് വിൽ നോട്ട് ഒക്കർ ഇൻ ICCE. എന്താണ്? ഏതൊക്കെ പറഞ്ഞു? റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് മോർ കോമൺ ആയിട്ടുള്ളത് ICCEയിലാണ്. അതുപോലെ തന്നെ ആഫ്റ്റർ കാറ്ററാക്ട് നടക്കാൻ സാധ്യത ഇല്ലാത്തതും ഏതിലാണ്? ICCEയിലാണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് അസ്റ്റിഗ്മാറ്റിസം കൂടുതലാവുന്നതും ഏതിനകത്താണ്? ICCEൻ്റെ കേസിലാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് അസ്റ്റിഗ്മാറ്റിസം, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പോസ്റ്റ് ഓപ്പറേറ്റീവ് അസ്റ്റിഗ്മാറ്റിസം കൂടുതലുണ്ടാവുക ICCEയിലാണെന്ന്. അപ്പോൾ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് അസ്റ്റിഗ്മാറ്റിസം ഈസ് മോർ കോമൺലി എഗെയിൻസ്റ്റ് ദ റൂളാണ് കേട്ടോ. ഏതാണ്? എഗെയിൻസ്റ്റ് ദ റൂളാണ്. നെക്സ്റ്റ്, റിംഗ് ഓഫ് സമ്മറിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ആഫ്റ്റർ കാറ്ററാക്ട്. സോ എന്തിൻ്റെ ടൈപ്പാണ്? ആഫ്റ്റർ കാറ്ററാക്ട് ആണ്. നെക്സ്റ്റ്, റോസറ്റ് ഷേപ്ഡ് കാറ്ററാക്ട് ഈസ് എ ഫീച്ചർ ഓഫ് ട്രോമാറ്റിക് കാറ്ററാക്ട്. ഈ കാറ്ററാക്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. റോസറ്റ് ഷേപ്ഡ്, അത് ഇതുവരെ പഠിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ പാർട്ട് കൃത്യമായിട്ടൊന്ന് നോക്കി നോക്കാം കേട്ടോ. റോസറ്റ് ഷേപ്ഡ് കാറ്ററാക്ട് ഈസ് എ ഫീച്ചർ ഓഫ് ട്രോമാറ്റിക് കാറ്ററാക്ട്. ഏതാണ്? റോസറ്റ് ഷേപ്ഡ് കാറ്ററാക്ട് ഈസ് എ ഫീച്ചർ ഓഫ് ട്രോമാറ്റിക് കാറ്ററാക്ട്. സ്നോഫ്ലേക്സ് കാറ്ററാക്ട് ഈസ് ഫൗണ്ട് ഇൻ കേസസ് വിത്ത് ഏതാണ്? സ്നോഫ്ലേക്സ് കാറ്ററാക്ട് ഏതിൻ്റെ കേസിലാണ്? ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഏതാണ്? ഡയബറ്റിസ് മെലിറ്റസ് ആണ്. സെക്കൻഡ് സൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയർ കാറ്ററാക്റ്റിൻ്റെ കേസിൽ, സെനൈൽ ന്യൂക്ലിയർ കാറ്ററാക്റ്റിൻ്റെ കേസിലാണ് സെക്കൻഡ് സൈറ്റ് കാണപ്പെടുന്നത്. ഇനി ഇമ്മെച്യൂർ ന്യൂക്ലിയർ കാറ്ററാക്ട് ചേഞ്ചസ് ദ റിഫ്രാക്ഷൻ ഓഫ് ദ ഐ ഇൻടു മയോപ്പിയ. മയോപ്പിയ ആണ് കേട്ടോ. ദ ടൈപ്പ് ഓഫ് ലേസർ യൂസ്ഡ് ടു ട്രീറ്റ് പോസ്റ്റീരിയർ ക്യാപ്സ്യൂൾ. പോസ്റ്റീരിയർ ക്യാപ്സ്യൂളിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള ഏത് ടൈപ്പ് ഓഫ് ലേസറാണ്? യാഗ് ലേസറാണ്. ഏതാണ്? യാഗ് ലേസറാണ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡിമിനിഷൻ ഓഫ് വിഷൻ ആഫ്റ്റർ ECCE ഈസ് എന്താണ്? മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡിമിനിഷൻ ഓഫ് വിഷൻ ആഫ്റ്റർ ECCE ഈസ് പോസ്റ്റ് ക്യാപ്സ്യൂൾ ഒപ്പാസിഫിക്കേഷൻ. എന്താണ്? പോസ്റ്റീരിയർ ക്യാപ്സ്യൂൾ ഒപ്പാസിഫിക്കേഷൻ. പോസ്റ്റീരിയർ ക്യാപ്സ്യൂൾ ഒപ്പാസിഫിക്കേഷൻ, സൺസെറ്റ് സിൻഡ്രോം നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? സബ്ലക്സേഷൻ ഓഫ് IOL കാരണമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഫിൻകാംസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിൻചാംസ് ടെസ്റ്റ് ഡിഫറൻഷിയേറ്റ്സ് കാറ്ററാക്ട് ഫ്രം ഗ്ലോക്കോമ.
അപ്പോൾ കാറ്ററാക്റ്റിനെയും ഗ്ലോക്കോമേനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഫിൻകാംസ് ടെസ്റ്റ് അഥവാ ഫിൻചാംസ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ടെസ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് കണ്ടീഷൻസ് ക്യാൻ കോസ് യൂണി ഒക്കുലാർ ഡിപ്ലോപ്പിയ? എന്താണ് യൂണി ഒക്കുലാർ ഡിപ്ലോപ്പിയ? ഇതിനകത്ത് സബ്ലക്സേഷൻ ഓഫ് IOL, ഇൻസിപ്പിയൻ്റ് കാറ്ററാക്ട്, കെരാട്ടോകോണസ്, ഇതൊക്കെ എന്ത് കോസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, ചാൻസസ് ഉണ്ട്? യൂണി ഒക്കുലാർ ഡിപ്ലോപ്പിയ കോസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, കണ്ടീഷൻസ് കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓൾ ആർ കോസസ് ഓഫ് ഇൻഹെറിറ്റഡ് എക്ടോപിയ ലെൻറ്റിസ് എക്സെപ്റ്റ്. ഓൾ ആർ കോസസ് ഓഫ് ഇൻഹെറിറ്റഡ് എക്ടോപിയ ലെൻറ്റിസ് എക്സെപ്റ്റ് മാർഫാൻസ് സിൻഡ്രം എന്താണ്, ഇതിനൊരു കോസാണ്. വെയിൽ മാർച്ചസാനി സിൻഡ്രം ഇതിനൊരു കോസാണ്. പിന്നെ ഹോമോസിസ്റ്റിനൂറിയയും ഇതിനൊരു കോസാണ്. പക്ഷെ ആരല്ല, ഹൈപ്പർ മെച്വർ കാറ്ററാക്റ്റ് അല്ല. ഓക്കെ, സബ്ലക്സേറ്റഡ് ലെൻസ് വിത്തൗട്ട് വിട്രിയസ് ഇൻവോൾവ്മെൻറ്റ് ഈസ് റിമൂവ്ഡ് ബൈ. ഏതാണ്? സബ്ലക്സേറ്റഡ് ലെൻസ് വിത്തൗട്ട് വിട്രിയസ് ഇൻവോൾവ്മെൻറ്റ് ഈസ് റിമൂവ്ഡ് ബൈ. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ECCE, ICCE, അതുപോലെ തന്നെ ഫാക്കോ എമിൽസിഫിക്കേഷൻ. ഇവിടെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് ആണ് കറക്റ്റ് വരിക കേട്ടോ. സബ്ലക്സേറ്റഡ് ലെൻസ് വിത്തൗട്ട് വിട്രിയസ് ഇൻവോൾവ്മെൻറ്റ് ഈസ് റിമൂവ്ഡ് ബൈ ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ്, ക്രയോ എക്സ്ട്രാക്ഷൻ ഓഫ് കാറ്ററാക്ട് ഈസ് ഡൺ ഇൻ. ക്രയോ എക്സ്ട്രാക്ഷൻ ഓഫ് കാറ്ററാക്ട് ഈസ് ഡൺ ഇൻ ICCE ആണ് കേട്ടോ. ക്രയോ എക്സ്ട്രാക്ഷൻ ഓഫ് കാറ്ററാക്ട് ഈസ് ഡൺ ഇൻ ICCE ആണ്. ഓൾ ആർ ഫീച്ചേഴ്സ് ഓഫ് ന്യൂക്ലിയർ സ്ക്ലിറോസിസ് എക്സെപ്റ്റ്. ഓക്കെ, എക്സെപ്റ്റ് ആണ്. ഓൾ ആർ ഫീച്ചേഴ്സ് ഓഫ് ന്യൂക്ലിയർ സ്ക്ലിറോപ്സിസ്. അപ്പോൾ നമ്മളിത് പഠിക്കേണ്ട, ബാക്കിയുള്ളതൊക്കെ പഠിച്ചു വെച്ചോളൂ. ഗ്രേ ലെൻസ് സ്ക്ലിറോസിസിൻ്റെ, ന്യൂക്ലിയർ സ്ക്ലിറോസിസിൻ്റെ ഒരു ഫീച്ചറാണ്. വിഷൻ യൂഷ്വലി ഇംപ്രൂവ്സ് ഓൺ പിൻഹോള്. പെയിൻലെസ് പ്രോഗ്രസീവ് ലോസ് ഓഫ് വിഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക, നമ്മുടെ ന്യൂക്ലിയർ സ്ക്ലിറോസിസിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരിക. റേഡിയേഷൻ കാറ്ററാക്ട് മേ ഒക്കർ ഡ്യൂ ടു എക്സ്പോഷർ ടു. റേഡിയേഷൻ കാറ്ററാക്ട് എങ്ങനെയാണ്, എന്തിൻ്റെ എക്സ്പോഷറാണ്? നമ്മൾ പറയുന്നത് UV വരുന്നുണ്ട്, എക്സ്റേ വരുന്നുണ്ട്, IR വരുന്നുണ്ട്. അപ്പോൾ ഓൾ ദി എബവ് ആണ് ഇവിടെ കറക്റ്റ് വരിക. ലാമെല്ലാർ കാറ്ററാക്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റൽ കാറ്ററാക്ട്. ലാമെല്ലാർ കാറ്ററാക്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റൽ കാറ്ററാക്ട്. The glucose metabolism in the lens is mainly by. എന്താണ് ലെൻസിനകത്തുള്ള ഗ്ലൂക്കോസ് മെറ്റബോളിസം എങ്ങനെയാണ്? ഗ്ലൈക്കോലിറ്റിക് പാത്വേ വഴിയാണ്. ഇവിടെ നിങ്ങൾക്ക് സോർബിറ്റോൾ പാത്വേ ആയി, അതുപോലെ തന്നെ ക്രെബ്സ് സിട്രിക് ആസിഡ്, HMP പാത്വേ, അങ്ങനെ കുറച്ചെണ്ണം കാണുന്നുണ്ട്. പക്ഷെ ശരിക്കുള്ള ആൻസർ ഏതാണ്? ഗ്ലൈക്കോലിറ്റിക് പാത്വേ ആണ്. 80% ഗ്ലൂക്കോസ് മെറ്റബോളിസം നടക്കുന്നുള്ളത് ഗ്ലൈക്കോലിറ്റിക് പാത്വേയിലാണ്. ഓക്കെ, മെയിൻലി ബൈ ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ 80% നടക്കുന്നുള്ളത് നമ്മുടെ ഗ്ലൈക്കോലിറ്റിക് പാത്വേയിലൂടെയാണ്. ക്രിസ്റ്റലൈൻ ലെൻസ് ഗെറ്റ്സ് ഇറ്റ്സ് ന്യൂട്രീഷൻ ത്രൂ അക്വസ് ഹ്യൂമർ ആണ്. ക്രിസ്റ്റലൈൻ ലെൻസിന് എങ്ങനെയാണ് ന്യൂട്രീഷൻ കിട്ടുന്നുള്ളത്? അക്വസ് ഹ്യൂമറിലൂടെയാണ്. റോസറ്റെ കാറ്ററാക്ട് നമ്മൾ പറഞ്ഞു അല്ലെ, ട്രോമ ആണ്. വിച്ച് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് സോനുലാർ കാറ്ററാക്ട്. ഇത് നമ്മൾ പറഞ്ഞു ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഓക്കെ, ഡയബറ്റിസ് മെലിറ്റസ് ആണ്. യൂണി ഒക്കുലാർ പോളിയോപ്പിയ ഈസ് സീൻ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് കാറ്ററാക്ട്? യൂണി ഒക്കുലാർ പോളിയോപ്പിയ ഈസ് സീൻ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് കാറ്ററാക്ട്? ഏത് സ്റ്റേജിലാണ്? ഇൻസിപ്പിയൻ്റ് സ്റ്റേജിലാണ്. ഇൻ കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ദ ലെൻസ് ഈസ് ഇൻവോൾവ്. ഏതാണ്? ഏത് പാർട്ടാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുള്ളത്? കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്റ്റിനകത്ത് പോസ്റ്റീരിയർ ക്യാപ്സ്യൂളാണ്. ഏതാണ്? പോസ്റ്റീരിയർ ക്യാപ്സ്യൂളാണ്. വെൻ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ക്യാപ്സ്യൂൾ ഈസ് അഫക്റ്റഡ് ഫോളോയിങ് ചേഞ്ചസ് ഒക്കർ. അപ്പോൾ പോസ്റ്റീരിയർ പാർട്ട് എഫക്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നടക്കുക? ബ്രെഡ് ക്രം ഒപ്പാസിറ്റീസ്, പോളിക്രോമാറ്റിക് ലസ്റ്റർ, ചോക്കി വൈറ്റ് ഒപ്പാസിറ്റി ഓഫ് ലെൻസ്. ഇത്രയും ചേഞ്ചസ് ആണ് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ലെൻസ് ക്യാപ്സ്യൂൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. നെക്സ്റ്റ്, ഓയിൽ ഡ്രോപ്പ് കാറ്ററാക്ട്. ഏതാണ്? ഓയിൽ ഡ്രോപ്പ് കാറ്ററാക്ട് എവിടെയാണ് കാണപ്പെടുക? ഗാലക്ടോസീമിയൻ്റെ കേസിലാണ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കാറ്ററാക്ട് ഡ്യൂ ടു എക്സ്പോഷർ ഓഫ് റേഡിയേഷൻ. എക്സ്പോഷർ ഓഫ് റേഡിയേഷൻ കാരണം ഉണ്ടാകുന്നുള്ള കോമൺ ടൈപ്പ് ഓഫ് കാറ്ററാക്ട് ഏതാണ്? പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ ആണ്. പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ ആണ്. വോഷ്യസ് റിംഗ് ഈസ് സീൻ ഓൺ. ഏതിനകത്താണ്? ആൻറ്റീരിയർ ക്യാപ്സ്യൂളിനകത്താണ്. ആൻറ്റീരിയർ ക്യാപ്സ്യൂളിനകത്താണ്. മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് ECCE ഈസ്. ഏതാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ PCO ആണ്. IOL കോമൺലി യൂസ്ഡ് ഇൻ ECC ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ PCIOL ആണ്. ഏതാണ്? PCIOL ആണ്. ഇനിതാ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഹോംവർക്ക് പോലെ തരികയാണ്. നിങ്ങൾ ഇതിൻ്റെ ആൻസർ അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. അതെല്ലാം അറിയില്ലെങ്കിൽ
അതും കമൻറ്റ് ബോക്സിനകത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ്, ഐഡിയൽ സൈറ്റ് ഫോർ IOL ഇംപ്ലാന്റേഷൻ. ഐഡിയൽ സൈറ്റ് ഫോർ IOL ഇംപ്ലാന്റേഷൻ ഏതാണ്? ക്യാപ്സുലാർ ബാഗാണ്. ക്യാപ്സുലാർ ബാഗാണ്. ഫാക്കോലിറ്റിക് ഗ്ലോക്കോമ ഈസ് ബെസ്റ്റ് ട്രീറ്റഡ് ബൈ. ഫാക്കോലൈറ്റിക് ഗ്ലോക്കോമ ഈസ് ബെസ്റ്റ് ട്രീറ്റഡ് ബൈ കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ ആണ്. എങ്ങനെയാണ് ഫാക്കോലൈറ്റിക് ഗ്ലോക്കോമ? കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ ആണ്. ഈ പറഞ്ഞ ഫാക്കോലൈറ്റിക് ഗ്ലോക്കോമ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മറന്നില്ലല്ലോ. മോസ്റ്റ് കോമൺ കോസ് ഓഫ് അക്വയർഡ് കാറ്ററാക്ട്. എന്താണ് അക്വയർഡ് കാറ്ററാക്റ്റിൻ്റെ മോസ്റ്റ് കോമൺ കോസ് ആയിട്ട് പറയുന്നത്? ഏജിങ് ആണ്. അപ്പോൾ എന്താണ്? എക്സ്പോഷർ ടു UV ലൈറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ കാറ്ററാക്ട് ഫോർമേഷൻ ഇൻ അഡൾട്ട്സ്. ഏതാണ്? എക്സ്പോഷർ ടു UV ലൈറ്റ്. നമ്മൾ സാധാരണ ഒരു വീഡിയോക്കകത്ത് 50 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജസ്റ്റ് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും നമ്മൾ കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി 1 വീക്ക് അല്ലല്ലോ, അതിനുള്ളിൽ നമുക്ക് ഈ PDF അല്ലാണ്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. 52nd ക്വസ്റ്റ്യൻ ആണ്. ക്ലിനിക്കൽ അസസ്മെൻറ്റ് ഓഫ് കാറ്ററാക്ട് പ്രോഗ്രഷൻ ഈസ് ഡൺ മെയിൻലി യൂസിങ്. എന്താണ്? കാറ്ററാക്ട് പ്രോഗ്രഷൻ്റെ ക്ലിനിക്കൽ അസസ്മെൻറ്റ് എങ്ങനെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുക? വിഷ്വൽ അക്യൂറ്റി ടെസ്റ്റിലൂടെയാണ്. വിഷ്വൽ അക്യൂറ്റി ടെസ്റ്റിലൂടെയാണ്. എക്സാമിനേഷൻ ഓഫ് ലെൻസ് ഈസ് മെയിൻലി ഡൺ യൂസിങ് സ്ലിറ്റ് ലാമ്പാണ്. എങ്ങനെയാണ്? സ്ലിറ്റ് ലാമ്പ് വെച്ചിട്ടാണ്. ഇൻ ഫാക്കോ എമിൾസിഫിക്കേഷൻ ഇൻസിഷൻ ഈസ് യൂഷ്വലി എത്രയായിരിക്കും? ലെസ് ദാൻ 3 mm ആയിരിക്കും. എന്താണ്? ഫാക്കോ എമിൾസിഫിക്കേഷൻ്റെ കേസിൽ ഇൻസിഷൻ ഈസ് യൂഷ്വലി ലെസ് ദാൻ 3 mm ആയിരിക്കും. മെയിൻ കോസ് ഓഫ് പെയിൻലെസ് പ്രോഗ്രസീവ് ലോസ് ഓഫ് വിഷൻ ഇൻ അഡൾട്ട്സ്. എന്താണ് മെയിൻ കോസ് ആയിട്ടുള്ളത്? പെയിൻലെസ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ലോസ് ഓഫ് വിഷൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് കാറ്ററാക്റ്റ് ആണ്. ആരുടെ കേസിൽ? അഡൾട്ട്സിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ കാറ്ററാക്റ്റിൻ്റെ കേസിലുള്ള ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നുള്ളത് ഗ്ലോക്കോമയാണ്. കാറ്ററാക്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗ്ലോക്കോമയും, അല്ലേ? സോ ദ മൈട്രിയാസിസ് പ്രൊവോക്കേറ്റീവ് ടെസ്റ്റ് ഇസ് എ ടെസ്റ്റ് ഫോർ വിച്ച് ഗ്ലോക്കോമ? ഏത് ഗ്ലോക്കോമേൻ്റെ കേസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ? PACG ആണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. ഇതാണ് PACG. നമുക്ക് മൈഡ്രിയാറ്റിക് പ്രൊവോക്കേറ്റീവ് ടെസ്റ്റ് ഈസ് യൂഷ്വലി നോട്ട് പ്രിഫേർഡ് നൗ ഡേയ്സ്. അപ്പോൾ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നില്ല? മൈഡ്രിയാറ്റിക് പ്രൊവോക്കേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? PACGൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നില്ല, കാരണം അത് ഫിസിയോളജിക്കൽ അല്ല. ഇൻ ദിസ് ടെസ്റ്റ് എയ്തർ എ വീക്ക് മൈഡ്രിയാറ്റിക് അല്ലെങ്കിൽ സൈമൾട്ടേനിയസ്ലി എ മൈഡ്രിയാറ്റിക് ആൻഡ് മയോട്ടിക് are used to produce a mild dilated pupil. A pressure rise of more than 8 mm Hg is considered positive. അങ്ങനെയാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡാർക്ക് റൂം ടെസ്റ്റ് ഈസ് പ്രൊവക്കേറ്റീവ് ടെസ്റ്റ് ഫോർ PACG. ഡാർക്ക് റൂം ടെസ്റ്റ് എന്തിൻ്റെ പ്രൊവക്കേറ്റീവ് ടെസ്റ്റാണ്? PACGൻ്റെ ടെസ്റ്റ് തന്നെയാണ്. ഓക്കെ. മൈഡ്രാറ്റിക്സ് ആർ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇഫ് ദ ആൻറ്റീരിയർ ചേംബർ ഈസ്. എന്താണ്? മൈഡ്രാറ്റിക്സ് ആർ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇഫ് ദ ആൻറ്റീരിയർ ചേംബർ ഈസ് ഷാലോ. ആൻറ്റീരിയർ ചേംബർ ഈസ് ഷാലോ. എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ റിസ്ക് ഓഫ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമേൻ്റെ റിസ്ക് കാരണമാണ്. നെക്സ്റ്റ്, പാക്കിമെട്രി ഈസ് ഡൺ ഇൻ. എന്തിൻ്റെ കേസിലാണ് പാക്കിമെട്രി നമ്മൾ ചെയ്യാറുള്ളത്? പാക്കിമെട്രി എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? നമ്മൾ കോർണിയൻ്റെ തിക്നെസ് മെഷർ ചെയ്യാണല്ലോ ചെയ്യുക. അപ്പോൾ അത് എപ്പോഴാണ് ചെയ്യുക? ഗ്ലോക്കോമേൻ്റെ കേസിൽ ചെയ്യും, ഫുഡ്സ് ഡിസ്ട്രോഫീൻ്റെ കേസിൽ ചെയ്യും, അതുപോലെ തന്നെ ലാസിക്കിൻ്റെ ബിഫോർ, അതിന് മുന്നായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത്? പാക്കിമെട്രി ചെയ്യുന്ന കേസസ്. അപ്പോൾ ഓൾ ദ എബോവ്. സോ പാക്കിമെട്രി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ദ തിക്നെസ് ഓഫ് കോർണിയ. നമ്മൾ പറഞ്ഞു പാക്കിമെട്രി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ കെറാറ്റോകോണസ് സ്ക്രീനിങ്. നോക്കിക്കോളൂ, കെറാറ്റോകോണസ് സ്ക്രീനിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ്. IOP മെഷർമെൻറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബിഫോർ ലാസിക്, അല്ലെ, സർജറി, ലാസിക് പോലുള്ള സർജറീസിന് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലിംബൽ റിലാക്സിങ് ഇൻസിഷൻസ്, ഇതിൻ്റെ കേസിലും ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ഫോർ ദ അതർ ഐ ഇൻ പ്രൈമറി നാരോ ആംഗിൾ ഗ്ലോക്കോമ ഈസ്. എന്താണ്? ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ഫോർ ദ അതർ ഐ ഇൻ പ്രൈമറി നാരോ ആംഗിൾ ഗ്ലോക്കോമ ഈസ് ലേസർ ഐറിഡോട്ടോമി ആണ്. ഓക്കെ. നെക്സ്റ്റ്, 100 days ഗ്ലോക്കോമ ഈസ് സീൻ ഇൻ. 100 days glaucoma is seen in central retinal vein occlusion. ഏതിനകത്താണ്? സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ്റെ കേസിലാണ്. നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം.
100 days glaucoma is a neovascular glaucoma. എന്താണ് അതൊരു നിയോവാസ്കുലർ ഗ്ലോക്കോമയാണ്. ഏതിൻ്റെ കേസിലാണ്? CRVO, നമ്മുടെ സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ്റെ കേസിലാണ് അത് ഉണ്ടാവാറുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയുണ്ട്? ഒക്ലൂഷൻ ഓഫ് സെൻട്രൽ റെറ്റിനൽ വെയിൻ. ഇവിടെ പറഞ്ഞല്ലോ സെൻട്രൽ റെറ്റിനൽ വെയിൻ്റെ ഒക്ലൂഷനാണ്. സോ ഒക്ലൂഷൻ ഓഫ് സെൻട്രൽ റെറ്റിനൽ വെയിൻ വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് റെറ്റിനൽ ഇസ്ചീമിയ. ഓക്കെ, ദിസ് റിസൾട്ട്സ് ഇൻ വീനസ് സ്റ്റാസിസ്. റെക്കറൻറ്റ് ഹീമോറേജസ് ആർ ഫ്രീക്വൻറ്റ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും? റെക്കറൻറ്റ് ഹീമോറേജസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിയോവസ്കുലറൈസേഷൻ ഓഫ് റെറ്റിന ആൻഡ് ഒപ്റ്റിക് ഡിസ്ക് ഡെവലപ്പ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കേസിൽ ഉണ്ടാവാറുള്ളത്. റെറ്റിന അണ്ടർഗോസ് പിഗ്മെൻ്ററി ആൻഡ് അട്രോഫിക് ചേഞ്ചസ്. റെറ്റിനൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? പിഗ്മെൻ്ററി ചേഞ്ചസ് ഉണ്ടാവും, അതുപോലെ തന്നെ അട്രോഫിക് ചേഞ്ചസും ഉണ്ടാവും. സീരിയസ് കോംപ്ലിക്കേഷൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആർ സിസ്റ്റോയിഡ് ഡീജനറേഷൻ ഓഫ് മാക്യുല, ഒപ്റ്റിക് അട്രോഫി ആൻഡ് ഹീമോറേജിക് ഓർ നിയോവസ്കുലർ ഗ്ലോക്കോമ. ഇതൊക്കെയാണ് സീരിയസ് കോംപ്ലിക്കേഷൻസിൻ്റെ കേസിൽ പറയാറുള്ളത്. സോ ഹീമോറേജിക് ഗ്ലോക്കോമ ഈസ് ഓൾസോ നോൺ ആസ് 100-day glaucoma because it starts 3 months after the episode of central retinal vein occlusion. Okay. In early glaucomatous cupping, disc is oval vertically ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേഞ്ചസ് കൂടി നോക്കാം. ഏർലി ഗ്ലോക്കോമാറ്റസ് ചേഞ്ചസ് ഇൻക്ലൂഡ് ഒന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കലി ഓവലായിട്ടുള്ള ഡിസ്ക് ആയിരിക്കും. പിന്നെ അസിമെട്രി ഓഫ് ഗ്രേറ്റർ ദാൻ 0.2 ബിറ്റ്വീൻ ദ ഐസ് ഉണ്ടാവും. ലാർജ് കപ്പായിരിക്കും. പാലർ ഓഫ് ദ ഡിസ്ക്, സ്പ്ലിൻഡർ ഹെമറേജസ്, അട്രോഫി ഓഫ് RNFL. ഇതൊക്കെയാണ് ഈ ഏർലി ഗ്ലോക്കോമാറ്റസ് ചേഞ്ചസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത്. Next, the eyes susceptible to angle closure glaucoma are ഏതാണ്? ഹൈപ്പർമെട്രോപ്പിക് ഐ ആണ്. ഏതാണ്? ഹൈപ്പർമെട്രോപ്പിക് ഐ ആണ്. നമുക്കറിയാം എന്താണ് ഹൈപ്പർമെട്രോപ്പിക് ഐ എന്ന് പറയുന്നത്? സ്മോൾ ആക്സിയൽ ലെങ്ത് ലെസ് ആയിരിക്കും, ആൻറ്റീരിയർ ചേംബർ ഷാലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹൈപ്പർമെട്രോപ്പിയിലെ ആൾക്കാർ ടെൻഡ് ടു ബി മോർ റിസ്ക് ഫോർ നാരോ ആംഗിൾ ഗ്ലോക്കോമ. ബീറ്റാ ബ്ലോക്കേഴ്സ് ലോവർ IOP മെയിൻലി ബൈ എന്താണ്? ബീറ്റാ ബ്ലോക്കേഴ്സ് IOP എങ്ങനെയാണ് ലോവർ ചെയ്യുന്നുള്ളത്? ബൈ ഡിക്രീസ്ഡ് അക്വസ് പ്രൊഡക്ഷൻ. ഇത് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണേ. എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ. റാപ്പിഡ് ചേഞ്ച് ഇൻ പ്രെസ്ബയോപിക് കറക്ഷൻ ഈസ് ക്ലാസിക്കൽ ഫീച്ചർ ഓഫ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ്. റാപ്പിഡ് ചേഞ്ച് ഇൻ പ്രെസ്ബയോപിക് കറക്ഷൻ ഈസ് എ ക്ലാസിക്കൽ ഫീച്ചർ ഓഫ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ്. There are typically no early warning signs or painful symptoms of open angle glaucoma. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമേൻ്റെ കേസിൽ എന്താണ്? ഇപ്പോൾ ടിപ്പിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ പെയിൻഫുൾ സിംറ്റംസോ അല്ലെങ്കിൽ സൈൻസോ ഒന്നും കാണിക്കാറില്ല. അത് സ്ലോലി ഡെവലപ്പ് ചെയ്യും ആൻഡ് സംടൈംസ് വിത്തൗട്ട് നോട്ടീസബിൾ സൈറ്റ് ലോസ് ഫോർ മെനി ഇയേഴ്സ്. Okay. Due to constant pressure on the ciliary muscle and its nerve supply, accommodative failure happens. എന്നാണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സിലിയറി മസിലിൽ ഉണ്ടാകുന്ന പ്രഷറും അതുപോലെ തന്നെ നെർവ് സപ്ലൈയിൽ ഉണ്ടാകുന്ന പ്രഷറൊക്കെ കാരണം അക്കോമഡേറ്റീവ് ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ പ്രെസ്ബയോപിക് ഗ്ലാസസ് മേ ബി നോട്ടീസ്ഡ്. ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് പ്രെസ്ബയോപിക് ഗ്ലാസ് ചേഞ്ച് ചെയ്യാനുള്ള ഇത് വരാറുണ്ട്. അതർ ഏർലി സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഡിലേഡ് ഡാർക്ക് അഡാപ്റ്റേഷൻ, മൈൽഡ് ഹെഡ് ഏക്ക് ആൻഡ് ഐ ഏക്ക്. ഡിലേഡ് ഡാർക്ക് അഡാപ്റ്റേഷനും മൈൽഡ് ഹെഡ് ഏക്കും ഐ ഏക്കും. ഇത് ഏതിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്? ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമേൻ്റെ കേസിൽ. കളേർഡ് ഹാലോസ് അറൗണ്ട് ലൈറ്റ് ആർ നോട്ട് സീൻ ഇൻ. ഏതാണ് കളേർഡ് ഹാലോസ് അറൗണ്ട് ലൈറ്റ് ആർ നോട്ട് സീൻ ഇൻ കോർണിയൽ അബറേഷൻസ്. ഏതാണ് കോർണിയൽ അബറേഷൻസ്? അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വായിച്ച് നോക്കണേ. എന്താ നിങ്ങൾക്ക് സ്ലൈഡിൽ ക്ലിയർ ആയിട്ട് ഇത് കാണുന്നുണ്ട്, വേണ്ടവരൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. ഓക്കെ. ഇൻ വാൻ ഹെറിക് സ്ലിറ്റ് ലാമ്പ് ഗ്രേഡിംഗ് ക്ലോസ്ഡ് ആംഗിൾ ഈസ് ഗ്രേഡഡ് ആസ് ഗ്രേഡ് 0 ആണ് കേട്ടോ. ഗ്രേഡ് 0 ആണ്. ബാക്കിയുള്ള ഗ്രേഡ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻക്രീസ്ഡ് ഒക്കുലാർ പ്രഷർ ഇൻ ബുഫ്താൽമോസ് കോസസ് ഓൾ ഓഫ് ദ ഫോളോവിങ് എക്സെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കത് പഠിക്കേണ്ട, ബാക്കിയുള്ളതൊക്കെ പഠിക്കാം. സ്ട്രെച്ചിങ് ഓഫ് സ്ക്ലീറ, കോർണിയൽ കർവേച്ചർ പ്രൊമിസൻസ്, റപ്ചർ ഓഫ് ഡെസിമസ് മെംബ്രെയിൻ. എന്താണ്? ഇൻക്രീസ്ഡ് ഒക്കുലാർ പ്രഷർ ഇൻ ബുഫ്താൽമോസ്. ഓക്കെ, അത് കോസ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. ഓൾ ആർ കോസസ് ഓഫ് സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ എക്സെപ്റ്റ്. ഓൾ ആർ കോസസ് ഓഫ് സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ എക്സെപ്റ്റ് ഏതാണ്?
ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, സെൻട്രൽ സെറസ് റെറ്റിനോപ്പതി, നോൺ ഇഷ്യമാറ്റിക് സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ. ഒരിക്കലും ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ അതിന് വരില്ല. അതൊരിക്കലും എന്തല്ല, സഡൻ വെയിൻലെസ് ലോസ് ഓഫ് വിഷൻ അല്ല. ഗ്ലോക്കോമ വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ക്രോണിക് സിമ്പിൾ ഗ്ലോക്കോമ. ക്രോണിക് സിമ്പിൾ ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നത് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ്. ടെസ്റ്റ് നോട്ട് യൂസ്ഡ് ഇൻ ഗ്ലോക്കോമ എവാലുവേഷൻ. ഏതാണ്? പാക്യുമെട്രി യൂസ് ചെയ്യുന്നുണ്ട്, പെരിമെട്രി യൂസ് ചെയ്യുന്നുണ്ട്, ഒഫ്താൽമോസ്കോപ്പി യൂസ് ചെയ്യുന്നുണ്ട്. കെരാട്ടോമെട്രി നമ്മൾ യൂസ് ചെയ്യാറില്ല. നൈറ്റ് ബ്ലൈൻഡ്നെസ് മേ ഒക്കർ ഇൻ ഓൾ എക്സെപ്റ്റ്. നമുക്കറിയാം വിറ്റാമിൻ എ ഡെഫിഷ്യൻസിൻ്റെ കേസിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ട്, ഹൈ മയോപ്പിക് ഉണ്ട്. അതുപോലെ തന്നെ ഏതിൽ വരില്ല? ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിൽ വരില്ല. അപ്പോൾ അത് പഠിക്കേണ്ട, ബാക്കിയൊക്കെ പഠിച്ചാൽ. അപ്പോൾ ഗുഡ്ജിസ് ഡിസീസിൽ കൂടി വരാറുണ്ട്. നൈറ്റ് ബ്ലൈൻഡ്നെസ് മേ ഒക്കർ ഇൻ ഓപ്പൺ ആംഗിൾ glaucoma. In advanced cases of primary open angle glaucoma, dark adaptation may be so much delayed that patient gives history of night blindness. Okay. അപ്പോൾ ഏത് കേസിലാണ്? ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയുടെ കേസിലാണ്. POAG field changes may include all the following except ഹെമിയാനോപ്പിയയിൽ വരില്ല. ഹെമിയാനോപ്പിയ നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടല്ലോ. ബാക്കിയുള്ള ആർക്വേഡ് സ്കോട്ടോമയിലും എൻലാർജ്ഡ് ബ്ലൈൻഡ് സ്പോട്ടിലും ട്യൂബുലാർ വിഷനിലൊക്കെ ഏത് വരും? POAG ഫീൽഡ് ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓൾ ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് POAG എക്സെപ്റ്റ്. അപ്പം നമ്മളിത് പഠിക്കേണ്ട. ട്യൂബുലാർ വിഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇൻ അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ദ പ്യൂപ്പിൾ ഈസ്, ഇങ്ങനെയാണ്. അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ദ പ്യൂപ്പിൾ ഈസ് ഓവലായിരിക്കും, വെർട്ടിക്കലി ഡൈലേറ്റഡ് ആയിരിക്കും. ഓവലായിരിക്കും, വെർട്ടിക്കലി ഡൈലേറ്റഡും ആയിരിക്കും. ഏർലി ഫീച്ചേഴ്സ് ഓഫ് ക്രോണിക് സിമ്പിൾ ഗ്ലോക്കോമ ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് മൈൽഡ് ഹെഡേക്ക് ഉണ്ടാവും, ക്ലിയർ കോർണിയ ആയിരിക്കും, ഫ്രീക്വൻറ്റ് ചേഞ്ച് ഓഫ് പ്രെസ്ബയോപ്പിക് ഗ്ലാസസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ചാൻസസ് ഓഫ് PACG increases in all except small cornea, shallow AC, short axial length. Okay. In POAG, the earliest field defect is, in POAG the earliest field defect എന്ന് പറയുന്നത് bearing of blind spot ആണ്. Applanation tonometry is based on, impaired Fick principle ആണ്. എന്താണ്? impaired Fick principle ആണ്. ഓക്കെ. അപ്ലനേഷൻ ടോണോമെട്രി ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇന്ന് 75 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മോസ്റ്റ് ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് IOP ഈസ് ഡൺ യൂസിങ് അപ്ലനേഷൻ ടോണോമെട്രി. പറഞ്ഞു, അപ്ലനേഷൻ ടോണോമെട്രി ഒന്ന് നോക്കി വെച്ചോളൂ. അത്ര എന്താണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി പോർഷൻസ് നാളത്തെ വീഡിയോയിൽ ചെയ്യാം കേട്ടോ. സോ താങ്ക് യു.